ഓക്കെ ചേട്ടാ, ഇനി എത്രയും കൊണ്ടോ ചേട്ടാ? ഇനിയുണ്ട് 3 കൊല്ലം കൂടെ. 3 കൊല്ലം കൂടെ ഉണ്ടോ? ടോട്ടൽ മൊത്തം കണക്ക് അത്രയുണ്ടോ? അതെ. എന്ത് രണ്ടുപേരോട് എഴുതി കളിക്കുന്നത്? ഇനിയുണ്ടാ 3 കൊല്ലം കൂടെ. എന്ത്? ഞാൻ ഈ ലോൺ അടവിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമായിരുന്നു. എന്റെ 3 വയസ്സുള്ള പോയി കിട്ടി. എന്നാലും എന്തായാലും മോനെ മോടെ കല്യാണം നടന്നു കിട്ടിയില്ലേ? അത് ശരിയാ. നാട്ടുകാരുടെ മുന്നിൽ ഒരു കുറവില്ലാതെ ആഡംബരമായിട്ട് കല്യാണം നടന്നു കിട്ടി. അതിനുശേഷമുള്ള ലോണും അടവൊന്നും ആർക്കും അറിയണ്ടല്ലോ. മോനെ ഒരു പെങ്ങളെ കെട്ടിച്ച് വിടേണ്ട കടമ ആങ്ങളേക്കില്ലടാ. അച്ഛൻ കടമയില്ലെന്ന് ആര് പറഞ്ഞു? പക്ഷെ നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിലേ ആവുമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഈ പ്രായത്തിൽ നല്ലൊരു ഫോൺ പോലും EMI ആയിട്ട് എടുത്തിട്ടില്ല, എടുക്കാൻ പറ്റിയിട്ടില്ല. അച്ഛൻ അതിലെടുത്ത് മാറ്റുകൊണ്ട് അളിയനോളം വരും. എന്തായാലും കൊച്ചിനി പറയാതെ പോന്നേ? പിന്നെ എന്റെ വീട്ടിലേക്ക് ഒരു എനിക്ക് ആരുടെ അനുവാദം വേണോ? അല്ലടി, ഇതെന്ത് പറ്റി? ഒന്നും പറയണ്ടല്ലേ, ഒരു പട്ടി വട്ടം ചടിയതാ, ചവിട്ടിയിട്ട് കിട്ടിയില്ല, സ്കിഡായി വീണതാ. മോനെ വേറെ എന്തെങ്കിലും പറ്റിയോടാ എന്നിട്ട്? ഈ ഒരു മുറി വെള്ളച്ചാ, കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അളിയൊന്ന് പോകണ്ടായിരുന്നോ? പോണോളിയാ, കഴിക്കാനായിട്ട് വന്നാ. നിങ്ങളൊന്നും ഇരിക്കാന്ന് കഴിച്ചിട്ടേ. ശരിയല്ലേ മോനെ എത്ര ദിവസം ലീവ് ഉണ്ടാന്നൊക്കെ? 2 ആഴ്ച ഉണ്ട് അച്ഛാ, 2 ആഴ്ച കഷ്ടിച്ചുണ്ട്. അതെയോ? മോളെ, നിങ്ങൾ കഴിച്ചിട്ടല്ല പോത്തുള്ളോ? അതെ അമ്മേ. മോനെ ചോറ് എടുത്തോടാ. ഇത് ഒപ്പിക്കാനുള്ള വരവാണല്ലോ ഈ പോടാ. മോനെ നിന്റെ വീട് പണിയുടെ പ്ലാനൊക്കെ എന്തോടാ? ഫുള്ള് കോൺട്രാക്ട് എടുത്തിരുന്ന ഒരു 2 ടീമിനെ കൊണ്ട് ഞാൻ കാണിച്ചായിരുന്നു. പക്ഷെ ഒരു തരത്തിലും നമ്മളുമായിട്ട് ഒത്തുപോകുന്നൊരു റേറ്റ് അല്ല അവർ പറയുന്നത്. അച്ഛൻ വേറെ ഫ്ലാറ്റിലുണ്ടോ നമുക്ക് ഇവിടെ വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയ? ഒരാളുണ്ട്, ആന്റണി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വിവരം പറയാം. ഫുൾ കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നതാണോ? അതെ അതെ. അങ്ങനെ വർക്ക് എടുത്ത് ചെയ്യുന്നവർക്ക് നമ്മൾ വർക്ക് കൊടുക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഓരോ പണിക്കാരെയും തിരക്കി പിടിച്ച് നമുക്ക് മെനക്കേടാ. ഇത് പുള്ളി ഫുൾ കോൺട്രാക്ട് എടുത്ത് പണി തീർത്ത് താക്കോൽ കൊടുക്കുന്ന പരിപാടിയാണ്. അതിപ്പോ നല്ല കാര്യം, അങ്ങനെ കൊടുക്കൂ. ഇപ്പൊ വന്നൊരു ടീമില്ലേ, അവര് നമ്മളോട് അങ്ങനെയുള്ള റേറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര അന്തരം. നമ്മൾ മനസ്സിൽ കണക്കൂട്ടുന്ന ഒരു ഫിഗറുമായിട്ടൊന്നും ഒരു തരത്തിൽ ഒത്തുപോകത്തില്ല. ഏതായാലും ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. അമ്മേ, അവിടെ കൂട്ടുകുടുംബല്ലേ, അപ്പം ഞാനും വിഷ്ണുവേട്ടനും കൂടി വേറെ വീടെടുത്ത് മാറാന്നാ വിചാരിക്കുന്നേ. ചേട്ടന്റെ വീട്ടിലെ ഷെയർ ഉടനെ അങ്ങ് കിട്ടും. അമ്മ എന്റെ ഷെയറും കൂടി വേഗം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് മാറായിരുന്നു. അമ്മ വേണ്ടേ? എടീ, ഞാൻ ഇറങ്ങുക. നീ കഴിച്ചിട്ടല്ലേ പോകുള്ളൂ? ഇനി വരുമ്പോൾ പറഞ്ഞിട്ടൊക്കെ കേട്ടോ, ചിക്കനൊക്കെ വാ. തേച്ചിട്ടാ പോട്ടെ. അളിയാ, ഞാൻ ഇറങ്ങാം. ഇറങ്ങണോ? അളിയന് വേണ്ടി ഒരു ബോട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്നുള്ള വരവത്തിൽ എടുക്കാൻ പറ്റുപോയി. അടുത്ത കസ്റ്റമർ എടുത്തിട്ടുണ്ടല്ലേ? ഓക്കെ, കഴിച്ചിട്ടില്ലേ മാത്രമേ? അത്രേ ഉള്ളൂ. ശരിയല്ലേ? അതേണ്ടാ ഞാൻ എത്തി. ഒരായുസിൻ്റെ സമ്പാദ്യം മുഴുവൻ കൊടുത്താലും ഇനി കൊടുക്കാനുള്ള കണക്കുകൾ മാത്രം ബാക്കി. കൊടുക്കുന്നവനെന്നും കൊടുത്തുകൊണ്ടേയിരിക്കും, വാങ്ങുന്നവനെന്നും വാങ്ങിക്കൊണ്ടേയിരിക്കും.